മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. CBI എടുത്ത കേസിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിസ്മയ ചേരുന്നുണ്ട്. വിസ്മയ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭദ്ര, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഇനി ജാമ്യം വേണമെങ്കിൽ വിചാരണ കോടതിയായ, അതായത് CBIയുടെ പ്രത്യേക കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക വിചാരണ കോടതിയായ റോസ് അവന്യൂ കോടതിയെ സമീപിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് നീന ബെൻസാൽ കൃഷ്ണയാണ് ഇത്തരമൊരു വിധി പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും 2 അപേക്ഷകളാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നത്. ഇതിൽ ഒന്ന് ജാമ്യാപേക്ഷയും അതുപോലെ തന്നെ CBIയുടെ അറസ്റ്റിനെതിരായ ഹർജിയുമായിരുന്നു. ഇതിൽ എതിരായ ഹർജി അതിൽ അറസ്റ്റിൽ തെറ്റായ ഒന്നുമില്ല, അതായത് ആ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായ കാരണങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ല എന്നും അതുപോലെ ജാമ്യാപേക്ഷയും തള്ളുകയാണ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം വേണമെങ്കിൽ വിചാരണ കോടതിയായ, അതായത് CBIയുടെ പ്രത്യേക കേസുകൾ പരിഗണിക്കുന്ന റോസ് അവന്യൂ കോടതിയെ സമീപിക്കാനുമാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ED എടുത്ത ഡൽഹി മദ്യനയ കേസിൽ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഈ സുപ്രീം കോടതി ജാമ്യം നൽകിയെങ്കിലും CBI കേസിൽ CBI അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ ഹർജികൾ സമർപ്പിച്ചിരുന്നത്. ഹൈക്കോടതി ഇനി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ED കേസിൽ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നു. എന്നാൽ CBI കേസിൽ എന്താവും സുപ്രീം കോടതിയുടെ നിലപാട് എന്നത് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും നിലവിൽ ഹൈക്കോടതി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. CBI എടുത്ത കേസിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയില്ല. എന്തായാലും വിചാരണ കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.